കാരണം എപ്പോഴും എവിടെ ചെന്നാലും ഏറ്റവും ഫസ്റ്റ് ഡയമണ്ട് നെക്ലേസ് ആയിരിക്കും വരുന്നത്, പിന്നീട് ചന്ദ്രേട്ടൻ എവിടെയാണ് വരുന്നത്. അതിന് എനിക്ക് തോന്നുന്നു ഞാൻ എത്ര കാലം കഴിഞ്ഞാലും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ അത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്ന ആളാണ് ഞാൻ. കാരണം ആദ്യത്തെ മൂവി അതിൻ്റെ ക്യാരക്ടർ വെച്ചിട്ട് തന്നെ ഇപ്പോഴും ആൾക്കാർ എന്നെ ഓർക്കുന്നു എന്നുള്ളത് ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. അപ്പോൾ ഇനിയും 12 അല്ല 30 വർഷം എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ തന്നെ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടും അനുഗ്രഹവും ഈ ഒരു സ്നേഹവും എപ്പോഴും കൂടെ വേണം. താങ്ക് യു സോ മച്ച്. വിഷു പെരുന്നാൾ കഴിഞ്ഞ് എന്തായാലും ഹാപ്പി പെരുന്നാൾ. ഒരുപാട് സന്തോഷം ഇങ്ങനത്തെ ഒരു ഇവന്റിന് ഈ ഒരു വിഷു കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഒരു പുതിയ വർഷം ആരംഭിക്കുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം ഇങ്ങനത്തെ ഒരു ചടങ്ങിന് ഭാഗമാകാൻ വന്നതിൽ സന്തോഷം. എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷം. അറിയാം ഭയങ്കര വെയിലാണ്, എല്ലാവരും കുറേ ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷെ എന്നാലും ഈ വെയിലത്ത് എന്നെ കാത്തു നിന്നതിന് അല്ലെങ്കിൽ ഈ ഒരു ചടങ്ങിനായിട്ട് വെയിറ്റ് ചെയ്തതിന് വന്നവർക്ക് എല്ലാവരോടും നന്ദി പറയുന്നു. പിന്നെന്താ ഈ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ഇത്രയും നാളായിട്ട് ഞാൻ ഇനാഗുറേറ്റ് ചെയ്തിട്ട് ആദ്യമായിട്ടാണ് ഒരു ഇവന്റ് പ്രയറോടൊക്കെ കൂടിയിട്ട് ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കുറേ ഇനാഗുറേഷൻസ് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്, പക്ഷെ ഒരു ഉദ്ഘാടനത്തിന് പോയിട്ട് ആദ്യമായിട്ടാണ് ഒരു തുടക്കം ഒരു പ്രയർ സോങ്ങോടുകൂടി തുടങ്ങുന്നത് കാണുന്നത്. ആ ഒരു അനുഗ്രഹം, ദൈവത്തിൻ്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ ടീമിനോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും മൊറാഡോൻ്റെ വീണ്ടും ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യാൻ കഴിയട്ടെ, എനിക്ക് തന്നെ കഴിയട്ടെ, എന്നെ തന്നെ വിളിക്കട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് ചടങ്ങിലോട്ട് കിടക്കാം. കാരണം ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. മേ ബി വെയിൽ ഭയങ്കര ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവും. സോ